ഹായ് ഓൾ ആൻഡ് വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ വീഡിയോ ഓഫ് ഷാരീസ് ടേസ്റ്റ് കാസിൽ. അങ്ങനെ കുറച്ച് നാളത്തെ ഇടവേളയ്ക്ക് ശേഷം ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഞാൻ പ്രോപ്പറായിട്ടൊരു വീഡിയോ ഇട്ടിട്ട് തന്നെ ഇപ്പോൾ ഒരു ഏകദേശം 2 ആഴ്ചത്തോളം ആയിട്ടുണ്ട്. കുറച്ചധികം തിരക്കുകളായിരുന്നു. എനിക്ക് തോന്നുന്നു നമ്മളങ്ങ് തിരക്ക് പിടിച്ചിരിക്കുന്നത് തന്നെ നല്ല കാര്യമാണല്ലേ. കാരണം സമയം പോകുന്നതും ദിവസങ്ങൾ മാസങ്ങളായി മാറുന്നതും നമ്മൾ അറിയില്ല. ഇങ്ങനെ തിരക്ക് പിടിച്ചങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴേക്കും പെട്ടെന്നങ്ങ് സമയം പോയിക്കോളും. ഒരു ദിവസം കഴിഞ്ഞ് പോകുന്നതിന് നമ്മൾ തിരക്ക് കാരണം അറിയില്ല. നവരാത്രി ഹോളിഡേയ്സിൻ്റെ സമയത്ത്, അതായത് ഒക്ടോബർ ആദ്യമാണ് ഞാനും അമ്മയും നന്ദും പാറും കൂടെ പാറുവിൻ്റെ ബർത്ത്ഡേക്ക് ഒക്ടോബർ 20 ഉള്ള പാറുവിൻ്റെ ബർത്ത്ഡേക്ക് ഉടുപ്പ് മേടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഫോറം മോളിൽ പോയത്. നവരാത്രിയും പാറുവിൻ്റെ ബർത്ത്ഡേയും കഴിഞ്ഞു എന്നെനിക്കറിയാം. പക്ഷേ എന്നാലും നിങ്ങൾ സബ്സ്ക്രൈബേഴ്സിനോട് എനിക്ക് എൻ്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ ഇഷ്ടമായതുകൊണ്ടാണ് ഈ വീഡിയോ എന്തായാലും അപ്ലോഡ് ചെയ്യാമെന്ന് തീരുമാനിച്ചത്. നവരാത്രി ഹോളിഡേയ്സ് ആയതുകൊണ്ട് തന്നെ ഫോറം മോളിൽ നല്ല രീതിക്ക് തിരക്കുണ്ടായിരുന്നു. അതായത് ഫോറം മോളിൽ എത്തുന്നതിന് ഒരു 1 കിലോമീറ്റർ മുന്നേ തുടങ്ങി ബ്ലോക്ക്. ഒരു രീതിക്ക് ഓട്ടോ മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നില്ല. ഞങ്ങൾ ഓട്ടോയ്ക്കാണ് പോയത്. ഓട്ടോ മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നില്ല. ഭയങ്കര ബ്ലോക്കായിരുന്നു. പിടിച്ചാണ് പോയത്. അവസാനം ഓട്ടോയിലിരുന്ന് മടുത്തേക്ക് ഞങ്ങൾ ഫോറം മോളിൽ മുന്നേ ഇറങ്ങി. അവിടുന്ന് പിന്നെ നടന്നാണ് ഫോറം മോളിലേക്ക് കയറിയത്. പുറത്ത് വഴിയിൽ ഇത്രയും ബ്ലോക്കും തിരക്കൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പരന്ന് പന്തലിച്ച് കിടക്കുന്ന ഫോറം മോളിനകത്തേക്ക് കയറിയപ്പോൾ അതൊന്നും നമ്മൾ ബാധിച്ചതേയില്ല കേട്ടോ. കാരണം അതുപോലെ വിശാലമാണല്ലോ ഫോറം മോൾ. അപ്പോൾ ഞങ്ങൾ ആദ്യമേ പോയത് ഷോപ്പർ സ്റ്റോപ്പിലേക്കാണ്. ഷോപ്പർ സ്റ്റോപ്പിൽ കയറി കുട്ടികളുടെ സെക്ഷനിൽ പോയി കുറേ ഡ്രസ്സുകളൊക്കെ നോക്കി. അവിടെ അത്യാവശ്യം നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പാറുവിന് ഇതൊന്നും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. ഞങ്ങൾ ഏത് കാണിച്ചാലും പാറുവിനെ ഇഷ്ടപ്പെടുന്നില്ല. അവൾക്ക് ഇഷ്ടപ്പെടുന്നതൊന്നും ഞങ്ങൾക്ക് പറ്റുന്നില്ലായിരുന്നു. കാരണം അതുപോലെ വിലയുണ്ടായിരുന്നു. ഈ കുട്ടികളുടെ ഡ്രസ്സിന് ഒരുപാട് കാശ് കൊടുത്ത് നമ്മൾ മേടിക്കേണ്ട കാര്യമില്ല. അവൾ ഈ ഷടയെന്ന് പറഞ്ഞാൽ അവർ വലുതായി പോവുകയും ചെയ്യും. അപ്പോൾ അവിടെ കുറേ നോക്കിയിട്ട് ഞങ്ങൾക്ക് അവസാനം രക്ഷയില്ലെന്ന് മനസ്സിലായപ്പോഴേക്കും ഷോപ്പർ സ്റ്റോപ്പിൽ നിന്ന് ഇറങ്ങി. അതിന് തൊട്ടപ്പുറത്ത് ലൈഫ് സ്റ്റൈൽ ഉണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങൾ ലൈഫ് സ്റ്റൈലിൽ കയറി. വലിയ പ്രതീക്ഷയോടെയൊന്നും അല്ല ലൈഫ് സ്റ്റൈലിൽ കയറിയതെങ്കിലും എന്തോ ഭാഗ്യം കൊണ്ട് 2 പേർക്കും ഒരേ കളർ പാറ്റേണിലുള്ള ഡ്രസ്സ് കിട്ടി. പിങ്ക് കളറിൽ. അത് നന്ദുവിന് വലിയ താല്പര്യം തോന്നിയില്ല എങ്കിലും 2 പേർക്കും ഇട്ട് വന്നപ്പോഴേക്കും നല്ല രസമുണ്ടായിരുന്നു. എന്നാൽ പിന്നെ അത് തന്നെ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. ഡ്രസ്സിൻ്റെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞായിട്ട് ഞങ്ങൾ താഴത്തേക്ക് പോന്നു. താഴത്തെ ഫ്ലോറിലേക്ക് വന്നിട്ട് നന്ദുവിന് പാറുവിന് എന്തെങ്കിലും ബർത്ത്ഡേ ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കണം എന്നുണ്ടായിരുന്നു. അതിനായിട്ട് നന്ദു കുറച്ച് കാലമായിട്ട് കുറച്ച് പൈസ ഇങ്ങനെ കൂട്ടി വെക്കുന്നുണ്ടായിരുന്നു. അധികമൊന്നുമില്ല, എന്നാലും ചെറിയൊരു എമൗണ്ട്. അത് വെച്ച് എന്തെങ്കിലും ബർത്ത്ഡേ ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ നന്ദുവിൻ്റെ ബഡ്ജറ്റിൻ്റെ വച്ച് നമുക്ക് മിനിസോയിന്നൊന്നും മേടിക്കാൻ പറ്റില്ല. പക്ഷെ പറഞ്ഞാൽ കേൾക്കണ്ടേ, മിനിസോയി കയറിക്ക് കിട്ടുന്നതേ മേടിക്കുകയുള്ളൂ, എൻ്റെ ബഡ്ജറ്റിനുള്ളതേ മേടിക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ചേച്ചി 2 ദിവസമായിട്ടിരുന്ന് അനിയത്തിൻ്റെ ബ്രെയിൻ വാഷൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. കുറച്ച് കാശിനുള്ളതേ മേടിക്കാവുള്ളൂ, വാശി പിടിക്കരുത്, അങ്ങനെയാണ് കുറേ ക്ലാസ്സൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ മിനിസോയി കയറിയപ്പോഴത്തേക്ക് ആന കരിമ്പങ്കാട്ടി കയറിയ അവസ്ഥയായിരുന്നു 2 പേർക്കും. ചേച്ചി കാണിക്കുന്നതൊന്നും അനിയത്തിക്ക് തൃപ്തിയാവുന്നില്ല, അനിയത്തി കാണിക്കുന്നതൊന്നും ചേച്ചിക്ക് പിടിക്കുന്നേയില്ല. അങ്ങനെ ആകെ മൊത്തം അവിടെ ഭയങ്കര കൺഫ്യൂഷനായിരുന്നു ചേച്ചിയുടെ അനിയത്തിയുടെ ഇടയിൽ. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ ഒന്ന് ഇവരെ നോക്ക്, ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഫുൾ മിനിസോ ഒന്ന് കറങ്ങാൻ തുടങ്ങി. എനിക്ക് ബുക്സ് വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ആദ്യമായിട്ട് ബുക്ക് വായിച്ചു തുടങ്ങിയത് തന്നെ ഞാൻ 11th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോഴാണ്. അതിൽ വായിച്ചു തുടങ്ങിയത് ഹാരി പോട്ടറാണ്. ആദ്യമായിട്ട് വായിച്ചു തുടങ്ങിയത്. അന്ന് തൊട്ട് എനിക്ക് ഹാരി പോട്ടർ എന്ന് വെച്ചാൽ ഭയങ്കര ക്രേസാണ്. അപ്പോൾ അത് മിനിസോയിൽ ചെന്നപ്പോഴും അവിടെ ഫുൾ ഹാരി പോട്ടർ മയം. ഹാരി പോട്ടറിൻ്റെ കീ ചെയിൻ, ഹാരി പോട്ടർ ബുക്സ്, ഹാരിയുടെ റോബ്, ഹാരിയുടെ അവളായിട്ടുള്ള ഹെഡ്വിക്കിൻ്റെ ഷേപ്പിലുള്ള കപ്പുകൾ, അങ്ങനെ വാട്ട് നോട്ട്, ഫുൾ ഹാരി പോട്ടർ മയമായിരുന്നു അവിടെ. എനിക്കിതെല്ലാം കൂടി കണ്ടിട്ട് എൻ്റെ പൊന്നോ എന്തൊരു അട്രാക്ഷനായിരുന്നു. എനിക്കല്ലെങ്കിൽ ഈ കൊച്ചു കുട്ടികളെ പോലെ തന്നെ ഇങ്ങനത്തെ ക്യൂട്ടായിട്ടുള്ള കളർഫുൾ ആയിട്ടുള്ള ഇങ്ങനത്തെ മിനിയേച്ചർ സാധനങ്ങൾ, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതേ അവിടെ ഹാരി പോട്ടർ മയവും കൂടി. പിന്നെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട്, കുറേ നേരം അതൊക്കെ നോക്കി നിന്ന് അതിൻ്റെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് എനിക്ക് തൃപ്തിയാവുന്നവരെ ഞാനത് നോക്കിയിരുന്നു. ഇതെല്ലാം കണ്ട് ഞാൻ സംതൃപ്തി അടഞ്ഞ് തിരിച്ച് വന്നപ്പോഴേക്കും ചേച്ചിയുടെ അനിയത്തിൻ്റെ ഗിഫ്റ്റ് പർച്ചേസിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ടായിരുന്നു. ഒരു ക്യൂട്ടായിട്ടുള്ള ഡയറിയാണ് എടുത്തത്. അപ്പം ഞാൻ പാറുവിനോട് ചോദിച്ചു, എന്തിനാ പാറു ഡയറി? ജേർണൽ ചെയ്യാനാണെന്ന്. എന്താ ജേർണൽ എന്നുള്ളത് പോലും അറിയില്ല, അതിൻ്റെ സ്പെല്ലിങ് പോലും അറിയില്ല ഈ LKG പഠിക്കുന്ന കുട്ടിക്ക്. പക്ഷേ ചേച്ചിയുടെ കൂടെ TV-യിൽ നിന്ന് കുറേ ഇങ്ങനത്തെ കുറച്ച് വാക്കുകളൊക്കെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ജേർണൽ ചെയ്യാനാണെന്ന് പോലും. ഇനിയിപ്പോൾ ജേർണൽ എന്തൊക്കെ ചെയ്യുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ പാറു ഹാപ്പി, നന്ദു ഹാപ്പി. ആ ഗിഫ്റ്റ് മേടിച്ചു. നന്ദുവിൻ്റെ ബഡ്ജറ്റിന് മേലെ ആയിരുന്നെങ്കിലും 2 പേര് ഹാപ്പി ആയിരുന്നു. സോ അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങിയപ്പോഴേക്കും നല്ല രീതിക്ക് തന്നെ വിശക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങൾ ഹൈപ്പർ മാർക്കറ്റിൻ്റെ അവിടെ ഫുഡിൻ്റെ അവിടെ പോയിട്ട് ഫുഡൊക്കെ മേടിച്ച് ഞങ്ങൾ മുകളിൽ ഫുഡ് കോർട്ടിൽ പോയി ഫുഡൊക്കെ കഴിച്ചു. എന്നിട്ട് വീണ്ടും ഞങ്ങൾ ഹൈപ്പർ മാർക്കറ്റിൽ വന്ന് അമ്മയ്ക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. ആ സാധനങ്ങൾ മേടിക്കാൻ കയറി. സാധനങ്ങളൊക്കെ മേടിച്ച് പുറത്തിറങ്ങി കഴിപ്പിക്കും നന്ദുവിന് ഭയങ്കര ആഗ്രഹം യോഗോട്ട് മേടിച്ച് കഴിക്കണം. അങ്ങനെ പിന്നെ അതും മേടിച്ച് കഴിച്ചു. അത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ ആൻഡ് ബൈ.